നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 ഫെബ്രുവരി മാസത്തെ മൂലം നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രലഗ്നാധിപതിയായിരിക്കുന്ന വ്യാഴം 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ്. ചാരവശാൽ 5-ൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയത്ത് നല്ല ദൈവാധീനം, ദീർഘായുർയോഗം മുതലായിട്ടുള്ള ഗുണങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഈ 11-ാം തീയതി വരെ ലഗ്നത്തിലാണ് ശുക്രൻ നിൽക്കുന്നത്, ചന്ദ്രലഗ്നത്തിലാണ് ശുക്രൻ നിൽക്കുന്നത്. 5-ാം തീയതി വരെ ചൊവ്വയും ലഗ്നത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ 5-ാം തീയതിക്ക് ശേഷം മകരൻ രാശിയിലേക്കാണ് പൂർവ്വപുണ്യസ്ഥാനാധിപതിയായിരിക്കുന്ന ചൊവ്വ വരുന്നത്. ആ ചൊവ്വ അവിടെ ഉച്ചബലവാനായിട്ടാണ് നിൽക്കുന്നത്, ശുക്രനോട് യോഗം ചെയ്തിട്ട്. നിവർത്തി സ്ഥാനാധിപതിയും കർമാധിപതിയായിരിക്കുന്ന ബുധനും മകരൻ രാശിയിലാണ്. അപ്പോൾ 2-ാം ഭാവത്തിൽ കർമാധിപതി നിൽക്കുന്നത് കാരണം കൊണ്ട് ചെയ്യുന്ന തൊഴിലിന് തക്കതായിരിക്കുന്ന ഗുണം അനുഭവിക്കാനായിട്ട് യോഗമാണ്. സാമ്പത്തികമായിരിക്കുന്ന വർധനവിന് ഈ മാസത്തിൽ യോഗമുണ്ട്. നേതൃത്വപരമായിരിക്കുന്ന രീതിയിൽ തന്നെ തൊഴിൽ മേഖലയിൽ മറ്റുള്ളവരോട് ഇടപെടാനായിട്ട് സാധിക്കുന്നതാണ്. മാനേജിങ് പൊസിഷനുള്ള തൊഴിൽ കിട്ടാനായിട്ട് യോഗമുള്ള സമയമാണ്. പ്രവൃത്തി എടുക്കുന്ന സ്ഥലത്ത് മറ്റുള്ളവരെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്ന, മേൽക്കൈ കിട്ടുന്ന ഒരു യോഗമുള്ള മാസമായിട്ടാണ് കാണുന്നത്. എന്നാൽ 15-ാം തീയതിക്ക് ശേഷം സൂര്യൻ സഹായസ്ഥാനത്ത് ഇഷ്ടസ്ഥാനത്തേക്ക് വരും. ഭാഗ്യാധിപതി കർമാധിപതിയോട് യോഗം ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ 14-ാം തീയതി സൂര്യൻ സഹായസ്ഥാനത്തേക്ക് വരുമ്പോൾ അവിടെ സഹായസ്ഥാനാധിപതിയായിരിക്കുന്ന ശനി സ്വക്ഷേത്ര ബലവാനാണെങ്കിലും ആ ഭാഗ്യാധിപതിയും ആയിരിക്കുന്ന സൂര്യനും ശനിയും പരസ്പര ശത്രുക്കളായി നിൽക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥയുള്ളത് കൊണ്ട് സഹായികളായിരിക്കുന്ന വ്യക്തികളുടെ ഭാഗത്തു നിന്നും കുറച്ച് അപ്രിയമായിരിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ ബുധനും നിവർത്തി സ്ഥാനാധിപതിയും അതുപോലെ കർമാധിപതിയായിരിക്കുന്ന ബുധനും സഹായസ്ഥാനത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് 19-ാം തീയതിയാണ് കുംഭത്തിലേക്ക് ബുധൻ വരുന്നത്. അപ്പോൾ 19-ാം തീയതിക്ക് ശേഷമുള്ള സമയത്ത് തൊഴിൽ മേഖലയിൽ ഭാഗ്യ കർമാധിപന്മാർ ഒരുമിച്ച് നിൽക്കുന്നു എന്ന് പറയുന്നൊരു ഗുണമുണ്ടെങ്കിൽ പോലും ശത്രുക്ഷേത്രത്തിൽ നിൽക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥയുള്ളത് കാരണമുണ്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സംഘർഷഭരിതമായിരിക്കുന്ന അവസ്ഥയിലൂടെ കടന്നു പോകാൻ ഇടവരാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ 4-ാം ഭാവത്തിൽ അമൃത വിഷകണ്ഠകാരകനായിരിക്കുന്ന രാഹുവാണ് നിൽക്കുന്നത്. വീട്ടിൽ നിൽക്കുന്ന സമയത്ത് വീട് വിട്ട് നിൽക്കാനിട വരിക, വീട്ടിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ടെൻഷൻ പോലെയുള്ള കാര്യങ്ങൾ അനുഭവപ്പെടുക. അതേപോലെ തന്നെ കർമ്മസ്ഥാനത്ത് ഘണ്ണകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്ന കാരണം തൊഴിലിൽ ഇടയ്ക്കിടയ്ക്ക് മുടക്കങ്ങൾ ഉണ്ടാകുക, കൃത്യമായിട്ട് പ്രവൃത്തി ചെയ്യാനായിട്ട് പറ്റാത്ത രീതിയിലുള്ള തടസ്സങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാനുള്ള സാധ്യത കൂടുതലായിട്ടുള്ളത് കൊണ്ട് നാഗദോഷ പരിഹാരം ചെയ്യുക, അതുപോലെ തന്നെ കേതുപൂജ ചെയ്യുക, രാഹുപൂജ ചെയ്യുക, ഇങ്ങനെയുള്ള പ്രാർത്ഥനയും പരിഹാരങ്ങളൊക്കെ ചെയ്ത് മേൽപ്പറയപ്പെട്ട ദോഷത്തിന് പരിഹാരം വരുത്തിയാൽ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടും ഭവന സംബന്ധമായിട്ടും നല്ല രീതിയിലുള്ള ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുള്ള സമയമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും അനുകൂലമായിരിക്കുന്ന സമയമാണ്. പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കാനായിട്ട് സാധിക്കുക, ഏകാഗ്രത കിട്ടുക മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് ഗുണമുണ്ട്. കർമാധിപതി രക്ഷാസ്ഥാനത്ത് നിൽക്കുന്ന കാരണം കൊണ്ട് പഠിച്ച തൊഴിലിനനുസരിച്ചുള്ള തൊഴിൽ, പഠിച്ച വിദ്യയ്ക്കനുസരിച്ചുള്ള തൊഴിൽ കിട്ടാനായിട്ട് യോഗമുണ്ട്. അപ്പോൾ അത് കാരണം തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് നല്ല തൊഴിൽ കിട്ടാനായിട്ട് യോഗമുള്ള സമയമാണ്. മാതൃസംബന്ധമായിട്ട് മാതൃസ്ഥാനത്തുള്ള വ്യക്തികൾക്ക് ശാരീരികമായിട്ട് കുറച്ച് അസ്വസ്ഥതകൾ ഉള്ളതുകൊണ്ട് മാനസികമായിട്ട് ടെൻഷൻ അനുഭവിക്കാനുള്ള സാധ്യത വരാൻ ഒരു സാധ്യതയുണ്ട്. മറ്റുള്ള രീതിയിലൊക്കെ അനുകൂലമായിരിക്കുന്ന ഗുണം തന്നെയാണ് പറയേണ്ടത്. അതേപോലെ തന്നെ 7-ാം ഭാവാധിപതി രക്ഷാസ്ഥാനത്ത് നിൽക്കുന്നത് കാരണം ഭാര്യ കുടുംബത്തിൽ നിന്നും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ്. മാനസികമായിട്ടുള്ള സന്തോഷം അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ചില സമയത്ത് അപ്രിയമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കേണ്ട ഒരവസ്ഥ കാര്യങ്ങൾ മറ്റുള്ളവരോട് വരാനും സംസാരം നേതൃത്വപരമായിട്ട് തോന്നാനും സാധ്യതയുള്ളത് കാരണം കൊണ്ട് വളരെ ശ്രദ്ധിച്ച് സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്നത് നന്നായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.